താനിങ്ങനെ വിഷമിക്കാതെ. വസുമതി ആന്റി ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് അറിയാവുന്നതല്ലേ. എന്തായാലും ഇവിടെ ആന്റിയുടെ കളിയൊന്നും നടക്കില്ലല്ലോ. സത്യം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? എന്നാലും ഞാൻ മനഃപൂർവ്വം അശ്വതിക്ക് ആപത്ത് വരാനും കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാവാത്ത. എടോ, നമ്മളെ പുറത്താക്കാൻ ഇതല്ല ഇതിനപ്പുറം പലതും പറഞ്ഞിരിക്കും. അതൊക്കെ മനസ്സിൽ കണ്ടു തന്നെയല്ലേ നമ്മളിവിടെ നിൽക്കുന്നതും. നമ്മുടെ ലക്ഷ്യം മറക്കരുതെന്നും അത് നേടുന്നതുവരെ നമ്മളെല്ലാം സഹിക്കണമെന്നും താൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത്. അതെ, ആ ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ എല്ലാം സഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ എനിക്കറിയായിരുന്നു. മുത്തശ്ശിയാ. ഹലോ മുത്തശ്ശി. നീ അവിടെ വിഷമിച്ചിരിക്കുകയാണോ മോളെ? മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ വിഷമിച്ചിരിക്കാന്ന്? എന്റെ മരുമോള് നിന്റെ രണ്ടാനമ്മ വസുമതി അവിടേക്ക് വന്നില്ലേ? അപ്പൊ പിന്നെ നീ എന്തായാലും സങ്കടത്തിലായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വസുമതി അഷിതയെ നോക്കാൻ വന്നതൊന്നല്ല. അവളുടെ മെയിൻ അജണ്ട നിന്നെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പല കണക്കുകൂട്ടലും നടത്തിയ വസുമതി അങ്ങോട്ട് വന്നിരിക്കുന്നത്. മോളെ, നീ ആ കളിക്കൊന്നും നിന്നു കൊടുക്കാതെ നീ വട്ടം ഇങ്ങോട്ട് വരാൻ നോക്ക്. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവാം. മോളെ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. കിരണിനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. വേണ്ട മുത്തശ്ശി, ഞാനിപ്പോ ഇവിടുന്ന് മാറിയാം അതിപ്പോ ഞാൻ തോറ്റു പോകുന്ന പോലായി പോവും. അത് വേണ്ട. എന്റെ പൊന്നു മോളെ, അവളുടെയൊക്കെ മുന്നിൽ ജയിച്ചിട്ട് നമ്മൾ എന്ത് നേടാനാ? ജീവിതത്തിൽ സമാധാനാണ് വലുത്. അതിനുവേണ്ടി നമ്മൾ തോറ്റു എന്ന് മറ്റുള്ളവർ കരുതിയാലും സത്യത്തിൽ ജയിക്കുന്നത് നമ്മൾ തന്നെയാ. ആ ജയം പോരെ എന്റെ മോൾക്ക്? ഞാനൊന്ന് നോക്കട്ടെ മുത്തശ്ശി, ഞാൻ വിളിക്കാം. ആ ശരി മോളെ, നീ ഒന്ന് ആലോചിക്ക്. എന്നിട്ട് കിരണിനെയും കൂട്ടി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കേ. വസുമതിയുടെ പ്രശ്നങ്ങൾ തീരുമ്പോ തിരിച്ചു പോകാലോ. ഞാൻ വിളിക്കാം മുത്തശ്ശി. ശരി മോളെ. മുത്തശ്ശി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വസുമതി ആന്റി ഒന്നും മനസ്സിൽ ഉറപ്പിക്കാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കില്ല. ഇവിടെയുള്ളവർ തന്നെ നമ്മൾ എങ്ങനെ പുറത്താക്കാന്ന് റിസർച്ച് ചെയ്തായിരിക്കുന്നേ. അതിന്റെ കൂടെ ചെറിയമ്മേ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയല്ലോ. തൽക്കാലം 1-2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് അവർക്കും നമുക്കും സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. എന്നാലും നമ്മൾ ലക്ഷ്യം കാണാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. താൻ ഇതുവരെ തന്റെ വീട്ടില് സമാധാനത്തോടെ ഒരു ദിവസം പോലും നിന്നിട്ടില്ലല്ലോ. വസുമതി ആന്റി ഇവിടെ ആയ സ്ഥിതിക്ക് തനിക്ക് വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരികയില്ല.